ദേശീയ തലത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം SIR-നെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്തുകൊണ്ടാണ് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇത് നടപ്പാക്കരുതെന്ന്, SIR നടപ്പാക്കരുതെന്ന് ഒരു ഭാഗത്ത് ഭരണമുന്നണിയായ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ഉം ഒരുപോലെ ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ട് എന്ന് നേരത്തെ തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ ആരോപിച്ചിരുന്നു. കേരളത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കാറുണ്ട്. അത് വോട്ടർ പട്ടികയിൽ മാത്രമല്ല, കള്ളവോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ പലപ്പോഴും എതിർ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാരൊന്നും തന്നെ കാണില്ല. സ്വാഭാവികമായും പോളിംഗ് ഓഫീസർമാരൊക്കെ തദ്ദേശീയമായ പാർട്ടി നേതാക്കന്മാരുടെ, CPM നേതാക്കന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് കള്ളവോട്ടുകളൊക്കെ കൂട്ടുനിൽക്കാൻ അവരെ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തങ്ങളുടെ ജോലിക്ക് ശേഷം പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് കള്ളവോട്ട് പോലെ തന്നെയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പലരും നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു. ഇപ്പോ തിരുവനന്തപുരത്ത് വീണ്ടും ഈ പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. കാരണം വ്യാപകമായ തോതിൽ ഫേക്ക് വോട്ടർമാരെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പരാതി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതികളൊന്നും തന്നെ പരിഹരിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. കാരണം ഇപ്പം പല വീട്ടു നമ്പറിലും നമുക്കറിയാം ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നു എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവരറിയാതെ 4ഉം 5ഉം പേരെ ഇങ്ങനെ ചേർത്തിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ മറ്റു വാർഡുകളിലോ നഗരത്തിന്റെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നു? അവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യുന്നു, ഈ സ്ഥലത്തും വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ പേര് ഈ പട്ടികയിൽ വന്നതുകൊണ്ട് ആർക്കും ഇതിനെ ചോദ്യം ചെയ്യാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഈ പേരുകളൊക്കെ പട്ടികയിൽ വന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ BJP നേതാക്കൾ പറയുന്നത് കേരളത്തിലെ പ്രമുഖനായ IPS ഉദ്യോഗസ്ഥൻ P. വിജയന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബീന IAS-ന്റെയും അവരുടെ വീട്ടിൽ മറ്റ് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് അവരറിയാതെ. അപ്പൊ അവര് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്കിത് അറിയില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഫേക്ക് വോട്ടർമാർ തങ്ങളുടെ വീട്ടിൽ ഇതേ നമ്പറിൽ പല വോട്ടർമാരെ കാണും. അപ്പൊ ഇങ്ങനെ ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നാണ് തൊട്ടടുത്ത വാർഡുകളിലൊക്കെ ഒരേ സമയത്ത് ഒരാൾ 2 വാർഡിലൊക്കെ വോട്ടർമാരായിട്ടുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് വ്യാപകമായ തോതിൽ കള്ളവോട്ട് നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ് ആരോപണം വരുന്നത്. പക്ഷെ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നറിയില്ല. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇനി തെരഞ്ഞെടുപ്പ് കേസുകളായിട്ട് പോകാൻ മാത്രമേ പറ്റൂ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നും ആർക്കും അറിയില്ല. നമുക്ക് തിരുവനന്തപുരത്തെ വഞ്ചൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ ഏജന്റ് MR വിനോദ് തമ്പി ജില്ലാ വരണാധികാരിക്ക് നൽകിയ പരാതി ഇങ്ങനെയാണ് പറയുന്നത്. 2025-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാപകമായ കള്ളവോട്ടുകൾ ചേർക്കുകയും ഒരേ വാർഡിലും ബൂത്തുകളിലും സമീപ വാർഡുകളിലുമായി പ്രത്യേക SC നമ്പറുകളിൽ ഇരട്ട വോട്ടുകളും വീട്ടുടമസ്ഥർ അറിയാതെ ആ അഡ്രസ്സിൽ അനധികൃതമായി വോട്ട് ചേർത്തതുമായ നിരവധി കൃത്രിമങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. മേൽ വിവരിച്ച രീതിയിൽ അനധികൃതമായും നിയമവിരുദ്ധമായും വോട്ടുകൾ ചേർത്തിട്ടുള്ളതിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ തെളിവുകൾ ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഈ വോട്ടർമാരുടെ വിവരങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് വോട്ടർമാരെ കേട്ട് നിയമവിരുദ്ധമായി ചേർത്തിട്ടുള്ള വോട്ടുകൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് വിനോദ് തമ്പി ജില്ലാ ഭരണാധികാരിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഒരു സ്ഥലത്ത് മാത്രമുള്ളതാണ് ഈ നിരവധി ഇതിനകത്ത് അവരതിന്റെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തിരുവനന്തപുരത്തെ 101 വാർഡിലും ഇത് കാണും എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു
വ്യാപകമായ തോതിലുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു ക്രമക്കേടാണ്. ഒരു ഭാഗത്ത് SIR-നെ എതിർക്കുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അപ്പം 200-300 പേരെയൊക്കെ ഓരോ വാർഡിലും കുത്തി തിരികെയിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ മറ്റു വാർഡുകളിലും ഉള്ള ആളുകളാണ്. ഇവർക്കൊക്കെ റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയിരിക്കുന്നതൊക്കെ കൗൺസിലർമാരോ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇവരൊന്നും ഇവിടെ താമസക്കാരല്ല. ഇവർക്കൊക്കെ ഇരട്ട വോട്ടുണ്ട്. ഈ ഇരട്ട വോട്ട് പരിശോധിക്കാനുള്ള യാതൊരു നടപടിയും അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി.